നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ രാത്രിയിലാണ് ഇടുക്കിനെറ്റിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ചാനലിനെതിരെ ഗൂഢശക്തികളുടെ പ്രവർത്തനം തുടരുകയാണ്. മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ NK പരമേശ്വരൻ നായർ, ഇടുക്കി MP ജോയ്സ് ജോർജ് തുടങ്ങിയവർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. ഡാമിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് പരിശോധന. തമിഴ്നാട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ കൂടുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജോയ്സ് ജോർജ് MP പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച സ്കൂൾ ജീവനക്കാരനെ കട്ടപ്പന പോലീസ് പിടികൂടി. ഇരട്ടയാർ കാറ്റാടിക്കവല സ്വദേശി ചട്ടുകക്കുളത്ത് രാജേന്ദ്രനെയാണ് കട്ടപ്പന സബ് ഇൻസ്പെക്ടർ KD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. റേഷൻ കാർഡുകൾ പുതുക്കി നൽകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. പുതിയ കാർഡിനായി 2012 അപേക്ഷ നൽകിയവർക്ക് പോലും കാർഡ് ലഭ്യമായില്ല. ഗ്യാസ് കണക്ഷൻ അടക്കമുള്ള സേവനങ്ങൾക്ക് പുതിയ കാർഡ് വേണമെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ അവഗണന. വിശദമായ വാർത്തകളിലേക്ക്. കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം അരങ്ങേറി. ഇന്നലെ രാത്രിയിലാണ് ഇടുക്കിനെറ്റിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ചാനലിനെതിരെയുള്ള ഗൂഢശക്തികളുടെ പ്രവർത്തനം തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ പ്രാദേശിക മാധ്യമ ചരിത്രത്തിന് പുത്തൻ മാതൃക സമ്മാനിച്ചാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കേരള വിഷൻ ഇടുക്കിനെറ്റ് ഡിജിറ്റൽ സംപ്രേഷണം ആരംഭിച്ചത്. ഫൈബർ ടു ഹോം സാങ്കേതികവിദ്യ ജില്ലയ്ക്ക് പരിചയപ്പെടുത്തി ആരംഭിച്ച ഇടുക്കിനെറ്റിന്റെ പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട ചില തദ്ദേശീയരായ കാലഹരണപ്പെട്ട നെറ്റ്വർക്ക് ഉടമകളാണ് അക്രമം വ്യാപകമായി അഴിച്ചുവിടുന്നത്. കട്ടപ്പന കേന്ദ്രമാക്കിയുള്ള 2 ലോക്കൽ ചാനലുകൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി പ്രേക്ഷകരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്നതിനിടയിലാണ് സേവനവും സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ച് കേരള വിഷൻ ഇടുക്കിനെറ്റ് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുവാങ്ങിയത്. നിലവിൽ ഡിജിറ്റൽ വാഗ്ദാനം നൽകി കേവലം 100 ചാനലുകൾക്ക് താഴെ ഇരട്ടിപ്പിച്ചു നൽകി പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന ചില തദ്ദേശീയ ചാനൽ മണ്ഡൂപങ്ങൾക്ക് ഇടുക്കിനെറ്റിന്റെ വരവ് തിരിച്ചടിയായിരുന്നു. 300ഓളം ചാനലുകളും നെറ്റ് കണക്ഷൻ, CCTV, വീഡിയോ ഓൺ ഡിമാൻഡ് തുടങ്ങി അത്യാധുനിക സേവനം ഫൈബർ ടു ഹോമിലൂടെ ഇടുക്കിനെറ്റ് പ്രേക്ഷകരിലെത്തിച്ചപ്പോൾ മുഖംമൂടി അഴിഞ്ഞു വീണ കട്ടപ്പനയിലെ മാധ്യമരാജാക്കന്മാരെന്ന് സ്വയം അവരോധിച്ച പ്രാദേശിക ചാനൽ പ്രഭുക്കളാണ് വ്യാപകമായ അക്രമത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ 5 തവണകളായി ഇടുക്കിനെറ്റിന്റെ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചതിലൂടെ 10 ലക്ഷം രൂപ നഷ്ടമായതിനു പുറമെ പ്രേക്ഷകർക്ക് മുൻപിൽ ചാനൽ സംപ്രേഷണം തടസ്സപ്പെടുത്തിയും ഈ കൂട്ടർ സ്വൈരി വിഹാരം നടത്തുകയാണ്. ഈ ഗൂഢശക്തികൾക്കെതിരെ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പ്രയോജനം ലഭിച്ചിട്ടില്ല. കോടതിയെ സമീപിച്ചും നേരിട്ട് ഇടുക്കിനെറ്റ് ഓഫീസിലെത്തി വെല്ലുവിളിച്ചും പ്രേക്ഷകരുടെ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഈ കൂട്ടർ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ചാനലിനെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇടുക്കിനെറ്റ് മാനേജിംഗ് ഡയറക്ടർക്കും വാർത്താ വിഭാഗത്തിനും നേരെ വധഭീഷണി ഉയർന്ന സാഹചര്യത്തിലും പ്രേക്ഷകരുടെ പിന്തുണയിൽ വിവേചനമില്ലാത്ത മാധ്യമ വിചാരം ലക്ഷ്യമാക്കി ഞങ്ങൾ മുൻപോട്ടു പോവുകയാണ്. അക്രമം കൊണ്ട് അക്രമത്തെ നേരിടുകയല്ല, നീതിയിലും നിയമത്തിലും വിശ്വാസമർപ്പിച്ച് ഭരണഘടനയെ പൂർണ്ണമായും വിശ്വസിച്ച് സത്യസന്ധവും ക്രിയാത്മകവുമായ മാധ്യമ സേവനമെന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ മുൻപോട്ടു പോവുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. മുല്ലപ്പെരിയാർ ജലസംഭരണിയിലെ ജലവിധാനം 142 അടിയിലേക്ക് എത്തുകയാണ്. തീരദേശവാസികൾ ഭീതിയിലേക്ക് നീങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ ആഹ്ലാദ പ്രകടനം കൊടുമ്പിരി കൊള്ളുകയാണ്. ഭീതിയുടെ അണക്കെട്ട്. മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ NK പരമേശ്വരൻ നായർ, ഇടുക്കി MP ജോയ്സ് ജോർജ് തുടങ്ങിയവർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. ഡാമിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടന്നത്. ഉപസമിതി ചെയർമാൻ ഹരീഷ് ഗിരീഷ്, VJ കുര്യൻ, ജെയിംസ് വിൽസൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. ഡാമിൽ 142 അടി വെള്ളം നിറഞ്ഞാൽ പെൻസ്റ്റോക്ക് വഴി ജലം തുറന്നുവിടുമെന്നാണ് സൂചന. വൃഷ്ടി പ്രദേശത്ത് പകൽ മഴ പെയ്തിട്ടില്ലെങ്കിലും ആകാശം മേഘാവൃതമാണ്.
തേക്കടി മേഖലയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ തമിഴ്നാട് പോലീസും സജ്ജമാണ്. തമിഴ്നാട്ടുകാരായി ഏറെ പേർ ബോട്ട് ലാൻഡിംഗിൽ തടിച്ചുകൂടിയിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് സേന ജാഗരൂകമാണ്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇടുക്കി MP ജോയ്സ് ജോർജ് ഡാം സന്ദർശിച്ചത്. ചോർച്ച തുടരുന്നു എന്നുള്ളതാണ്. അത് ഗാലറിക്കുള്ളിലും ചോർച്ചയുണ്ട്, ബേബി ഡാമിൻ്റെ അവിടെ ചോർച്ചയുണ്ട്. ബേബി ഡാമിൻ്റെ താഴെ ഭാഗത്തേക്ക് ബേബി ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം താഴെയായിട്ട് കൂടിയിട്ട് അവിടെ ഒരു കുളം പോലെ ഉണ്ടായിട്ട് അവിടെ ആ തലത്തിലൊരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ തലത്തിലുള്ള ഒരു സീപ്പേജ് വാട്ടറിൻ്റെ അളവ് ഒരു 150 ലിറ്റർ പെർ മിനിറ്റ് ആയിട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നത്. അത് 136 അടി ഉണ്ടായിരുന്ന സമയത്ത് 80 ലിറ്റർ മാത്രമായിരുന്നു. അതുപോലെ ഒരു 150ലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ സീപ്പേജ് വാട്ടറിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഭയങ്കരമായി അവിടെ ഉണ്ടാകുന്നുണ്ട്. ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടുവാൻ ജില്ലാ ഭരണകൂടവും സജ്ജമാണ്. മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ NK പരമേശ്വരൻ നായർ, ഉപസമിതി ചെയർമാൻ ഹരീഷ് ഗിരീഷ്, മേൽനോട്ട സമിതി അംഗങ്ങൾ എന്നിവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. വല്ല കാരണവശാലും 142 ബ്രിമ്മിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും ഇന്നും അവിടെ ഉദ്യോഗസ്ഥന്മാരോട് പറയുണ്ടായി, നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത്, ചെയ്യരുത്, എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എല്ലാവരും ഉത്തരവാദിയുമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ വൈഗയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നുള്ളതാണ്. ഗാലറിയിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ ഡാമിന്റെ ചോർച്ചയുടെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. ഡാമിന്റെ പുറംചുവരുകളിലെ ചോർച്ചകൾ ശക്തമായതിനു പുറമെയാണ് ഗാലറിയിലെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഡാമിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിൽ ആഹ്ലാദം അലതല്ലുകയാണ്. തീരവാസികളായ ജനലക്ഷങ്ങളുടെ ഭീതി വകവയ്ക്കാതെ ചില കേന്ദ്രങ്ങൾ കാട്ടുന്ന പ്രവർത്തനങ്ങൾ മലയാളികൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിക്കുമെന്ന ആശങ്കയും പോലീസിനുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗവും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതിയാണ് ഉന്നതതല യോഗം ശനിയാഴ്ച കൂടുവാൻ തീരുമാനിച്ചത്. പ്രശ്നം സംബന്ധിച്ച നിലപാട് യോഗത്തിൽ വ്യക്തമാക്കണമെന്ന് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളോടും ഉമാഭാരതി നിർദ്ദേശം നൽകി. പ്രശ്നത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും ജനങ്ങളുടെ ആശങ്ക കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതി പറഞ്ഞു. തമിഴ്നാട് കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ കൂടുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജോയ്സ് ജോർജ് കൂട്ടിച്ചേർത്തു. സീപ്പേജ് വാട്ടറിൻ്റെ അളവ് ഒരു 150 ലിറ്റർ പെർ മിനിറ്റ് ആയിട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നത്. അത് 136 അടി ഉണ്ടായിരുന്ന സമയത്ത് 80 ലിറ്റർ മാത്രമായിരുന്നു. അതുപോലെ ഒരു 150ലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ സീപ്പേജ് വാട്ടറിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഭയങ്കരമായി അവിടെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ സമയത്ത് നമുക്ക് തമിഴ്നാടിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അവർ ഈ വെള്ളത്തിൻ്റെ ലെവൽ താഴേക്ക് കൊണ്ടുപോവുകയും ആ തരത്തിൽ കേരളത്തിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്, നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് എന്നും എടുത്തിട്ടുള്ളൊരു നിലപാട് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം എന്ന് തന്നെയാണ്, നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. പക്ഷേ താഴെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ഒരു പിടിവാശി പോലെ തമിഴ്നാട് ഇപ്പോൾ 142 അടിയിലേക്ക് ജലനിരപ്പ് എത്തിക്കുകയും ആ ജലനിരപ്പ് അതേപടി നിലനിർത്തിക്കൊണ്ട് അവരുടെ കേസിന് കൂടുതൽ സാധ്യത വരുത്തുവാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ച് 142 അടിയായാലും സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്ന ഇടുക്കി ഡാമിലേക്ക് ജലമൊഴുക്കുവാൻ തമിഴ്നാട് തയ്യാറാകില്ലെന്ന സൂചന. ഇറച്ചിൽ പാലം വഴിയും പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയും അധിക ജലം കൊണ്ടുപോകുവാനാണ് തമിഴ്നാട് ശ്രമിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ അധികം വൈകാതെ തന്നെ ജലവിധാനം 142 അടിയിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ 142 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയരാതിരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും തമിഴ്നാട് സ്വീകരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ മേൽനോട്ട സമിതി അധ്യക്ഷൻ നൽകിയ നിർദ്ദേശത്തോടും തമിഴ്നാട് പ്രതികരിച്ചിട്ടില്ല. 142 അടിക്ക് മുകളിൽ ജലം എത്തിയ ശേഷം മാത്രമേ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ പരിഗണിക്കൂ എന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ 142 അടിക്ക് മുകളിൽ അധികമായി എത്തുന്ന ജലം ഇറച്ചിപ്പാലം വഴിയും പെൻസ്റ്റോക്ക് വഴിയും കൊണ്ടുപോകാനാണ് തമിഴ്നാടിന്റെ നീക്കം. അങ്ങനെ വന്നാൽ നിശ്ചിത അളവിന് ശേഷം പെരിയാർ വഴി ഇടുക്കി ഡാമിലേക്ക് ഒഴുകേണ്ട ജലം കേരളത്തിന് ലഭിക്കില്ല. അതേസമയം നീരൊഴുക്ക് സെക്കൻഡിൽ 2200 ഘനയടിക്ക് മുകളിലേക്ക് ഉയർന്നാൽ ഷട്ടറുകൾ തുറക്കേണ്ടതായും വരും. ഷട്ടറുകൾ ഉയർത്തുന്നതിന് 6 മണിക്കൂർ മുൻപ് ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കേരളത്തിനെതിരെയുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കുമിളി ചെക്ക് പോസ്റ്റിലും പരിസര പ്രദേശങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി നെറ്റ്, കുമിളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പെരിയാർ ടൈഗർ റിസർവിലെ സസ്യജന്തു സമ്പത്തിനെയും ഭീഷണിയിലാക്കുകയാണ്. ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലെ പുൽമേടുകൾ വെള്ളത്തിലായതോടെ പെരിയാർ ടൈഗർ റിസർവിലെ ആവാസ വ്യവസ്ഥ തകിടം മറിയുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുമ്പോൾ
വെള്ളത്തിനടിയിലാകുന്നത് 2718 ഏക്കർ നിബിഡ വനമാണ്. ആന, കാട്ടുപോത്ത്, മ്ലാവ്, കേഴയാട്, കരടി, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ടൈഗർ റിസർവിലെ വെള്ളത്തിനടിയിലായ ഈ വനപ്രദേശങ്ങൾ. സ്വാഭാവികമായ ആവാസ മേഖലയിൽ വെള്ളം കയറിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ വന്യജീവി സമൂഹം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമ്പോൾ സസ്യാഹാരികൾ മാത്രമുള്ള ആവാസ കേന്ദ്രം വിട്ട് മാംസാഹാരികളായ കടുവകൾ സ്വൈരവിഹാരം നടത്തുന്ന ഉയർന്ന മേഖലകളിലേക്ക് ഇവർക്ക് കൂട്ടത്തോടെ പോകേണ്ടി വരും. ഇത് ടൈഗർ റിസർവിലെ സന്തുലിതമായ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്കയാണ് വനം വന്യജീവി വകുപ്പിനുള്ളത്. തേക്കടി തടാകത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ബോട്ട് യാത്രക്കിടയിൽ തടാകത്തിന്റെ ഇരുകരകളിലുമായി ദൃശ്യവിരുന്നൊരുക്കുന്ന വന്യജീവികളുടെ സാന്നിധ്യമായിരുന്നു. ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയതോടെ അപൂർവമായി മാത്രമാണ് തടാകക്കരയിൽ വന്യജീവികളെ കാണാനാവുന്നത്. അതുകൊണ്ട് തന്നെ വന്യജീവികൾ തങ്ങളുടെ സ്വന്തമായ വാസസ്ഥലം വിട്ട് മറ്റു മേഖലകളിലേക്ക് ചേക്കേറിയതായാണ് വനം വകുപ്പിന്റെ നിഗമനം. അപൂർവ ഇനം പക്ഷികളും തടാകത്തിലെ മരക്കൊറ്റികളിലെ നിത്യസാന്നിധ്യമായിരുന്നു. എന്നാൽ ചാരക്കോഴി, ഡാർട്ടനന്റ് ഇനത്തിൽ ഉൾപ്പെട്ട പക്ഷികൾ എന്നിവയെ ഇപ്പോൾ ഇവിടെ പേരിന് പോലും കാണാനില്ല. ഡാമിൽ വെള്ളമുയർന്നത് സസ്യസമ്പത്തിന്റെ നാശത്തിനും കാരണമാകുന്നുണ്ട്. കേരളത്തിൽ മറയൂർ കഴിഞ്ഞാൽ ചന്ദനമരങ്ങൾ കൂട്ടത്തോടെ കാണാനാവുക മുല്ലപ്പെരിയാർ സംഭരണിയുടെ ക്യാച്ച്മെന്റ് ഏരിയയിലെ ശകുന്തളക്കാട്ടിലാണ്. ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ശകുന്തളക്കാട്ടിൽ വെള്ളം കയറിയത് ചന്ദനമരങ്ങളുടെ നിലനിൽപ്പിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് മൂലം സസ്യജന്തു സമ്പത്തിനുണ്ടാകുന്ന ആഘാതം പഠിക്കാൻ ജില്ലാ കളക്ടർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KM സിനോബി, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച സ്കൂൾ ജീവനക്കാരനെ കട്ടപ്പന പോലീസ് പിടികൂടി. ഇരട്ടയാർ കാറ്റാടിക്കവല സ്വദേശി ചട്ടുകക്കുളത്ത് രാജേന്ദ്രനെയാണ് കട്ടപ്പന സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 54 വയസ്സായിരുന്നു പ്രതിക്ക്. ഇരട്ടയാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു LP സ്കൂളിലെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നു രാജേന്ദ്രൻ. കഴിഞ്ഞ 7 വർഷമായി സ്കൂളിലെ ജീവനക്കാരനാണ് ഇയാൾ. 4 വർഷമായി ഈ സ്കൂളിലെ 3-4 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചു വരികയായിരുന്നു രാജേന്ദ്രൻ. അതിരാവിലെ സ്കൂളിലെത്തിയിരുന്ന പ്രതി കുട്ടികൾക്ക് മിഠായിയും പേരക്കയും നൽകി പ്രലോഭിപ്പിച്ച് സ്കൂളിലെ ആളൊഴിഞ്ഞ മുറികളിൽ കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കുട്ടികളും രക്ഷിതാക്കളും ഇടുക്കി ചൈൽഡ് ലൈന് കൈമാറിയ പരാതിയിൽ പറയുന്നത്. നിലവിൽ 7 പരാതികളാണ് ചൈൽഡ് ലൈന് ലഭിച്ചിട്ടുള്ളത്. 15ഓളം കുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിച്ചതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ കൂടുതൽ കുട്ടികൾ ഇയാളുടെ പീഡനത്തിനിരയായിട്ടുണ്ടാവാമെന്നാണ് പോലീസിന്റെ നിഗമനം. പീഡിപ്പിച്ച കുട്ടികളെ നഗ്നരാക്കിയ ശേഷം ഇയാൾ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയതായും പറയപ്പെടുന്നു. പീഡന ശ്രമം ചെറുക്കുന്ന കുട്ടികളെയും പീഡിപ്പിച്ച വിദ്യാർത്ഥിനികളെയും വിവരം വീട്ടിലറിയിച്ചാൽ കൊന്നുകളയുമെന്നും ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കട്ടപ്പന സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെ ലൈംഗിക അതിക്രമണത്തിന് വിധേയരാക്കിയതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരും ചേർന്ന് ഇടുക്കി ചൈൽഡ് ലൈനിൽ സമർപ്പിച്ച പരാതി അന്വേഷണത്തിനായിട്ട് ഇവിടെ അയച്ചു കിട്ടിയിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂളിലെ ഒരു പാർട്ട് ടൈം സ്വീപ്പറാണ് ഇതിലെ പ്രതി. ഈ കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈൻകാർ സ്കൂളുകളിൽ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വെളിവായിട്ടുള്ളത്. ഈ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പേ തന്നെ സ്കൂളിൽ ഇങ്ങനെയൊരു സംസാരം ഉണ്ടെന്നും പരാതി കൊടുക്കാൻ പോവുകയാണെന്നും ഈ സ്വീപ്പർ അറിയുകയും ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സ്വീപ്പർ ഒളിവിൽ പോവുകയും ചെയ്തു. പോലീസ് പെട്ടെന്ന് തന്നെ ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പ്രതിയെ പെട്ടെന്ന് നമുക്ക് കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത്. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്കായി ഫോൺ സൈബർ സെല്ലിന് കൈമാറും. 5 വർഷം മുമ്പ് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിരുന്ന ഇയാൾ പിന്നീട് കേസ് ഒത്തുതീർക്കുകയായിരുന്നു. LP സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സമീപ മേഖലകളിലെ UP സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ ചൈൽഡ് ലൈന് പരാതി നൽകിയിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് ഈ സ്കൂളുകളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് കുട്ടികളിൽ നിന്ന് പരാതി സ്വീകരിച്ച ചൈൽഡ് ലൈൻ ഭാരവാഹികൾ കേസ് അന്വേഷണത്തിനായി കട്ടപ്പന പോലീസിന് കൈമാറി. കുട്ടികൾ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നതായി വിവരം ലഭിച്ച ഇയാൾ ഒരാഴ്ചയായി ഒളിവിലായിരുന്നു. തുടർന്ന് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ കാറ്റാടിക്കവലയിലെ ഇയാളുടെ വീടിന് സമീപത്തെ കാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന് പുറമെ ASI ലാൽഫായ്, സിവിൽ പോലീസ് ഓഫീസർമാരായ T വിനോദ് കുമാർ, അബ്ദുൾ മജീദ്, PN കമലാസനൻ,
വനിതാ പോലീസ് ഓഫീസർ TG ബിന്ദു എന്നിവരടങ്ങിയ സംഘമാണ് രാജേന്ദ്രനെ പിടികൂടിയത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ നിരോധന നിയമപ്രകാരം കേസ് ചാർജ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റേഷൻ കാർഡുകൾ പുതുക്കി നൽകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. പുതിയ കാർഡിനായി 2012 അപേക്ഷ നൽകിയവർക്ക് പോലും കാർഡ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഗ്യാസ് കണക്ഷൻ അടക്കമുള്ള സേവനങ്ങൾക്ക് പുതിയ കാർഡ് വേണമെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ നടപടി. 2012 കാലാവധി അവസാനിച്ച റേഷൻ കാർഡുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം 2013 ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അന്ന് സർക്കാർ പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. ഇതിനിടെ ഭക്ഷ്യസുരക്ഷാ നിയമം സംബന്ധിച്ച അവ്യാപ്തത ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. റേഷൻ സമ്പ്രദായം പരിഷ്കരിക്കുന്നതോടെ കാർഡുകളുടെ ഘടനയും മാറ്റേണ്ടതായി വന്നു. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം മൂലം കാർഡ് പുതുക്കൽ വീണ്ടും നീണ്ടു. ഓഗസ്റ്റ് 16 മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളിൽ കൂട്ടിച്ചേർക്കലുകളോ പുതുക്കലോ നടന്നിട്ടില്ല. പുതിയ കാർഡിന് അപേക്ഷിച്ച ആയിരക്കണക്കിന് അപേക്ഷകരും പ്രതിസന്ധിയിലായി. പുതുക്കിയ പാചകവാത കണക്ഷനു വേണ്ടി അപേക്ഷിച്ചവരാണ് ഈ പ്രതിസന്ധി ഏറെ വലച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. താമസം മാറി പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാചകവാതകത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും ഈ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. പാചകവാത വിതരണം ആധാറുമായി ബന്ധിച്ചതോടെ ഒട്ടേറെ പേർ അപേക്ഷയ്ക്കായി എത്തിയെങ്കിലും റേഷൻ കാർഡുകൾ ഇല്ലാത്തതിനാൽ എണ്ണക്കമ്പനികൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ റേഷൻ കാർഡ് വിതരണം പാചകവാത കണക്ഷനെ പോലും സാരമായി ബാധിച്ചു. നിലവിലുള്ള കാർഡുകളിൽ റേഷൻ വിതരണം സംബന്ധിച്ച് വിവരങ്ങൾ പതിക്കാൻ പേജുകളില്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. കുറെ കാർഡുകൾക്ക് അധിക പേജുകൾ നൽകിയെങ്കിലും പിന്നീട് അതും നിലച്ചു. ചുരുക്കത്തിൽ കാർഡുടമ റേഷൻ വാങ്ങിയതിന് വ്യക്തമായ രേഖകൾ ഇല്ലാത്ത അവസ്ഥ. സംസ്ഥാനത്തെ 69 താലൂക്ക് സപ്ലൈ ഓഫീസുകളിലായി ആയിരക്കണക്കിന് അപേക്ഷകളാണ് പുതിയ റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്നത്. പുതിയ റേഷൻ കാർഡുകളുടെ പ്രിന്റിംഗിന്റെ ചുമതല സീഡിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ കാര്യങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന അഴിമതികൾ അന്വേഷിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ഇടതുപക്ഷം മുൻപോട്ട് പോയതെന്ന് CPM ഇടുക്കി ഏരിയ കമ്മിറ്റി അംഗം KG സത്യൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസുമായി കൂട്ടുകച്ചവടം നടത്തിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും സത്യൻ പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന അഴിമതികൾ ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് പോലും അറിവുള്ളതാണ്. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് LDF നിരവധി പരാതികൾ നൽകിയിട്ടും അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ജോയി വർഗീസിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നതിന് ഇടതുപക്ഷ അംഗങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. ഇക്കാര്യം ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പിന്തുണ നൽകിയത് എന്നും ഇതിനെ കൂട്ടുകച്ചവടമെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ കഴമ്പില്ലെന്നും KG സത്യൻ പറഞ്ഞു. വന്നിട്ടുള്ള അഴിമതികള് നിയമവിരുദ്ധ നിയമനങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ വിധത്തിലുള്ള അഴിമതി ഭരണത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നും കേരള കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിശ്വാസ പ്രമേയം നൽകുന്നതിന് 10-15 ദിവസം ഏകദേശം 1 മാസം മുമ്പ് ഈ അഴിമതി ഭരണത്തിന് ഞങ്ങൾ പിന്തുണ പിൻവലിക്കുകയാണ്. ഈ അഴിമതി ഭരണത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ ജോയി വർഗീസിന് ഞങ്ങൾ UDF-ൽ നിന്നുകൊണ്ട് തന്നെ പിന്തുണ പിൻവലിക്കുകയാണ് എന്ന് കേരള കോൺഗ്രസിന്റെ 4 പഞ്ചായത്ത് മെമ്പർമാർ എഴുതി നൽകിയിട്ടുണ്ട്. ചെറുതോണിയിൽ ഇടുക്കിനെറ്റ് വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു KG സത്യൻ. ഭരണസമിതിയുടെ ക്രമക്കേടുകൾക്കെതിരെ പരാതിയുമായി മുൻപോട്ടു പോകുമെന്നും KG സത്യൻ കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുന്നു. മണ്ഡലകാലമായതോടെ നിരവധി അയ്യപ്പ ഭക്തരാണ് ഇവിടെ വിശ്രമത്തിനായി ഇറങ്ങുന്നത്. വാർത്തകൾ തുടരുന്നു. ഇനി ഫോക്കസ് ഇടുക്കി. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുകയാണ്. മണ്ഡലകാലമായതോടെ നിരവധി അയ്യപ്പ ഭക്തരാണ് ഇവിടെ വിശ്രമത്തിനായി എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു കഴിഞ്ഞു. കട്ടപ്പന കോട്ടയം റൂട്ടിൽ കുട്ടിക്കാനത്തിനും പെരുവന്താനത്തിനുമിടയിൽ യാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. മണ്ഡലകാലമായതോടെ നിരവധി അയ്യപ്പ ഭക്തരും ഇവിടെ വിശ്രമിക്കാനായി ഇറങ്ങാറുണ്ട്.
മലമുകളിൽ നിന്നും കുത്തിപ്പാഞ്ഞെത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ പലരും ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട്. മരച്ചില്ലകളിലൂടെ ചാടി നടക്കുന്ന വാനരപ്പടയും സന്ദർശകർക്ക് നയനമനോഹര കാഴ്ചയൊരുക്കുന്നു. കോട്ടയം കട്ടപ്പന റൂട്ടിൽ സഞ്ചാരികളുടെയും അയ്യപ്പ ഭക്തരുടെയും ഇഷ്ട ഇടത്താവളമാണ് വളഞ്ഞങ്ങാനം. പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച കൊണ്ട് സമ്പന്നമാണ് ഇടുക്കി. ഇടുക്കിയിലെ സമ്പന്നമായ ദൃശ്യവിരുന്നിലെ ഒരു ചെറുപ്രദേശം മാത്രമാണ് വളഞ്ഞങ്ങാനം. എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടിരിക്കുകയാണ്. എസ് സൂര്യലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഇനി മണ്ഡലകാല പുണ്യവുമായി ശരണവഴിയിൽ. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തത് അയ്യപ്പ ഭക്തരെ വലയ്ക്കുകയാണ്. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുവാൻ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതാണ് അയ്യപ്പ ഭക്തരെ വഴിതെറ്റി യാത്ര ചെയ്യുവാൻ ഇടയാക്കുന്നത്. കുമളിയിൽ നിന്നും കട്ടപ്പന വഴി ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പഞ്ചായത്തിന്റെയും ട്രാഫിക് പോലീസിന്റെയും നേതൃത്വത്തിൽ വൻ ട്രാഫിക് പരിഷ്കരണങ്ങളാണ് കട്ടപ്പനയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. കുമളിയിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്ക് പാറക്കടവ് ബൈപ്പാസ് വഴി പള്ളിക്കവലയിലെത്തി ടൗണിലെ ഗതാഗതക്കുരുക്കിൽ പെടാതെ അനായാസം ശബരിമല തീർത്ഥാടനം സുഖകരമാക്കാൻ സാധിക്കും. ഇതുവഴി വൻ ഗതാഗതക്കുരുക്കിനാണ് പോംവഴിയാകുന്നത്. എന്നാൽ പാറക്കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് അല്ലാതെ മറ്റൊരു ബോർഡുകളും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് വഴികാട്ടാനായി ഇല്ലാത്ത അവസ്ഥയിലാണ്. ശബരിമല സീസൺ ആരംഭിച്ചതോടെ കട്ടപ്പന ടൗൺ ടച്ച് ചെയ്യാതെ ബൈപ്പാസ് പോകുന്ന എളുപ്പ വഴിയാണിത്. പക്ഷേ വണ്ടി ഇവിടെ പോകുമ്പോൾ സൈൻ ബോർഡൊന്നുമില്ല. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ശബരിമല കോട്ടയം എന്ന് പറഞ്ഞ സൈൻ ബോർഡ് വെച്ചേക്കുക. വണ്ടിക്കാർ മുഴുവൻ ഇവിടെ വന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഈ വഴിക്ക് പോയിട്ട് തിരിച്ചു വരിക. അവിടെ ചെയ്യുമ്പോൾ ഒരു 4-5 ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിലൊന്നും ഒറ്റ സൈൻ ബോർഡ് പോലും ഇല്ല. ആൾക്കാർ മുഴുവൻ പോയിട്ട് തിരിച്ചു വരിക. കട്ടപ്പന ടൗണിൽ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബൈപ്പാസ് റോഡാണിത്. പക്ഷേ അത് വഴി മുഴുവൻ പോയി നശിച്ചു കിടക്കുകയാണ്. മുഴുവൻ കുണ്ടും കുഴിയാണ്. ഇപ്പം നന്നാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ നന്നാക്കിയിട്ടില്ല. പാറക്കടവിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് കയറുന്ന അയ്യപ്പ തീർത്ഥാടകരുടെ വാഹനങ്ങൾ മിക്കതും തിരികെ പാറക്കടവിലെത്തി കട്ടപ്പന ടൗൺ വഴിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസിന്റെ ജംഗ്ഷനുകളിൽ വേണ്ട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും റോഡിന്റെ ശോചനീയാവസ്ഥയുമാണ് തീർത്ഥാടകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കട്ടപ്പന ടൗണിന്റെ മിക്ക ഭാഗങ്ങളിലും മുന്നറിയിപ്പ് ബോർഡുകൾ തകൃതിയായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശബരിമല തീർത്ഥാടകർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ടാറിംഗ് പൂർത്തീകരിച്ചിട്ട് 1 വർഷം പോലും പിന്നിടുന്നതിന് മുമ്പ് പാറക്കടവ് ബൈപ്പാസ് റോഡ് തകർന്നു തുടങ്ങിയിരിക്കുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും തകർന്നു കിടക്കുന്ന ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തില്ലെങ്കിൽ അന്യസംസ്ഥാന ശബരിമല തീർത്ഥാടകർ വലയുമെന്ന കാര്യം തീർച്ച. ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. വെള്ളിലാങ്കണ്ടം ജലാശയവും പരിസര പ്രദേശവും സാമൂഹ്യ വിരുദ്ധർ മലിനമാക്കുന്നു. കഴിഞ്ഞ ദിവസം വൻതോതിൽ കക്കൂസ് മാലിന്യം ജലാശയത്തിലേക്ക് ഒഴുക്കി. മണ്ഡലകാലമായതിനാൽ 100 കണക്കിന് അയ്യപ്പ ഭക്തർ തമ്പടിക്കുന്ന വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലവും പരിസരവുമാണ് വൃത്തിഹീനമായ അന്തരീക്ഷം അയ്യപ്പ ഭക്തർക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഇടുക്കി നെറ്റ് ന്യൂസ് വെള്ളിലാങ്കണ്ടത്തെ ശോചനീയാവസ്ഥകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് വെള്ളിലാങ്കണ്ടം ജലാശയത്തിലേക്ക് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മണ്ഡലകാലങ്ങളിൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ജലാശയത്തിന് സമീപം തമ്പടിച്ച് മണിക്കൂറുകളോളം വിശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ വൃത്തിഹീനമായ ജലാശയത്തിന് സമീപം ഇപ്പോൾ ആരും തമ്പടിക്കാറില്ല. രാത്രികാലങ്ങളിൽ ആളൊഴിയുന്ന സമയം നോക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളാനെത്തുന്നത്. കക്കൂസ് മാലിന്യത്തോടൊപ്പം ഹോട്ടൽ മാലിന്യവും കോഴി വേസ്റ്റും ബാർബർ ഷോപ്പിൽ നിന്നുമുള്ള മുടിയും അടങ്ങിയ മാലിന്യമാണ് ജലാശയത്തിലേക്ക് ഒഴുക്കുന്നത്. വാഹനങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പോലും ദുർഗന്ധം നിറഞ്ഞ അന്തരീക്ഷമായതിനാൽ സഞ്ചാരികൾ ശ്വാസമടക്കിയാണ് യാത്ര ചെയ്യുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും കടുത്ത അവഗണനയാണ് പ്രദേശത്തിന് ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അനാഥ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാട് ഇങ്ങനെ പിടിച്ചു കിടക്കാൻ ഇതിന് യാതൊരു വക ക്രമീകരണങ്ങളോ ഇതിനു വേണ്ടി ആരും ഇതുവരെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടില്ല. പഞ്ചായത്തിൽ നിന്നോ ഇതിലൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ പാലം എന്ന് പറഞ്ഞാൽ 35 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞാൻ ഈ പാലത്തിൻ്റെ ആദ്യം കാലം മുതലുള്ള മുതലുള്ള ഒരു വ്യക്തിയാണ്. ഈ പണി തീരുന്നിടം വരെ, ഈ പാലം തീരുന്നിടം വരെ ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്, ജോലി ചെയ്തിട്ടുള്ളവനുമാണ്. എങ്ങനെ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു, ഇവിടെ യാതൊരു ഇതുമില്ല. അതുപോലെ ശബരിമല ഭക്തരെ ഇവിടെ വരികയും ഇവിടെ ടമ്പടിക്കുകയും ഇതൊരു ഇടത്താവളം പോലെ ഇവിടെ കണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ കാട് പിടിച്ചിങ്ങനെ കിടക്കുന്ന കാരണം ആർക്കും ഇതിൻ്റെ യാതൊരു സുരക്ഷ
ക്രമീകരണങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അയ്യപ്പ ഭക്തർക്ക് വെളിലാങ്കണ്ടം ജലാശയത്തിന് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ബന്ധപ്പെട്ടവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. മണ്ഡലകാലം അവസാനിക്കുന്നതുവരെയെങ്കിലും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഒരു പരിധിവരെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും അയ്യപ്പ ഭക്തരുടെ യാത്രാ ദുരിതത്തിനും അറുതി വരും. വിപിൻ ജോയ്, ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. ശബരിമല തീർത്ഥാടകർക്ക് ദർശനം സുഗമമാക്കുവാൻ ഓൺലൈൻ ക്യൂ രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിച്ചു. മുൻവർഷത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകരാണ് ഈ വർഷം ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത്. ശബരിമല തീർത്ഥാടകർക്കും ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ക്യൂ നിൽക്കാതെ സന്നിധാനത്തെത്താം. 2012 തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഓൺലൈൻ ക്യൂ രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിച്ചത്. കേരള പോലീസിന്റെ മേൽനോട്ടത്തിലാണ് ഓൺലൈൻ ക്യൂ രജിസ്ട്രേഷൻ സംവിധാനം പ്രവർത്തിച്ചു വരുന്നത്. പമ്പയിൽ നിന്നും തിരക്കിലും തിക്കിലും നീണ്ട ക്യൂവിലും പെടാതെ സന്നിധാനത്തിലേക്ക് തീർത്ഥാടകർക്ക് അനായാസം എത്താൻ സാധിക്കുന്നു എന്നതാണ് ശബരിമല വെർച്വൽ ക്യൂ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ സവിശേഷത. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത അയ്യപ്പ ഭക്തന്മാരെ മരക്കൂട്ടത്തു നിന്നും ചന്ദ്രാനന്ദൻ റോഡ് വഴി തിരിച്ചുവിടുന്നു. ശേഷം സന്നിധാനത്തിന് താഴെയുള്ള വലിയ നടപ്പന്തലിൽ വെച്ച് പരമ്പരാഗത കാനന പാതയിലൂടെ എത്തുന്ന അയ്യപ്പ ഭക്തരുമായി ഒന്നിക്കുന്നു. അപ്പോൾ പിള്ളേരെ കൊണ്ടും പ്രായമായവരെ കൊണ്ടൊക്കെ പോകുമ്പോൾ അധികം ക്യൂ നിൽക്കാതെ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള സ്ഥലങ്ങളിൽ ക്യൂ നിൽക്കാതെ താഴത്തെ ചന്ദ്രാനന്ദൻ റോഡ് വഴി നേരെ 18 പടിക്ക് താഴെ എത്തി അവിടുന്ന് സുഖമായ ദർശനത്തിന് സൗകര്യമായി. വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇന്റർനെറ്റ് കഫേകളിൽ എത്തുന്നത്. ശബരിമല ക്യൂ.com എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇന്റർനെറ്റ് കഫേകളിൽ രജിസ്ട്രേഷൻ ചാർജ് ഈടാക്കി വരുന്നത്. ഓൺലൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ID കാർഡിൻ്റെ നമ്പറും പിന്നെ ഫോട്ടോയും. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് ഫോട്ടോ മാത്രം മതി, ID കാർഡ് വേണ്ട. പിന്നെ ഇത് എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പമ്പയിൽ ചെന്ന് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് പമ്പയെ കാണിക്കുക. പമ്പയെ കാണിച്ചു കഴിയുമ്പോൾ ഈ ഓൺലൈൻ ചെയ്തവർക്കുള്ള റൂട്ട് മരക്കോട്ടത്തു നിന്ന് വേറെ തിരിച്ചു വിടുക. അപ്പം കൂടുതൽ എളുപ്പമുണ്ട്. മറ്റേതിനേക്കാളും ക്യൂ കുറച്ച് നിന്നാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ തീയതിയും പമ്പയിലെത്തുന്ന സമയവും കൊടുത്താൽ രജിസ്ട്രേഷൻ പൂർത്തിയായി. അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കൂപ്പണും കൈപ്പറ്റാം. രജിസ്ട്രേഷനായി ID കാർഡും ഫോട്ടോയും ആവശ്യമാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫോട്ടോ മാത്രം മതിയാകും. രജിസ്ട്രേഷൻ ചെയ്ത തീയതിയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ കൂപ്പൺ അസാധുവായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. പൈനാവ് SNDP ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗുരുദർശനം 2014 23-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് സമുദായ അംഗങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിട്ടാണ് പൈനാവ് SNDP യൂണിയൻ വർഷങ്ങളായി ഗുരുദർശനം ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ ശില്പശാല 23-ാം തീയതി ഞായറാഴ്ച നടത്തുമെന്ന് ശാഖാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പ്രധാന ആവശ്യകത എന്നുള്ളത് ഹിന്ദു കുടുംബങ്ങളിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി അനാചാരങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇടുക്കി SNDP യൂണിയൻ പ്രസിഡന്റ് P. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് PK ശശികല ടീച്ചർ ആധ്യാത്മിക പ്രഭാഷണം നടത്തുമെന്നും സംഘാടക സമിതി ചെയർമാൻ S. അജിത് കുമാർ, കൺവീനർ PK വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ശാഖാപ്രവർത്തകരെ ആദരിക്കും. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. PK ശശി, ജലജ സാബു, KK സജീവൻ, TK മോഹനൻ, PD രാജേഷ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ധർണ നടത്തി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി KM മാണിയെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ധർണാ സമരം നടന്നു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് TM സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിലനിർത്തി പോകാൻ വേണ്ടി എന്തും ചെയ്യുക, ആർക്കും പണം കൊടുക്കുക, ആരെ സ്വാധീനിക്കുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് അവരിതിനു വേണ്ടി ആരെയും സ്വാധീനിക്കാൻ വേണ്ടി പണം പിരിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ചടങ്ങിൽ SG മഹേഷ്, ഷാജി നെല്ലിപ്പാറയിൽ, AC സജീവ്, MN മോഹൻദാസ്, രാജൻ മേപ്പാറ, മുഹമ്മദ് ഷാജി, VS രതീഷ്, തങ്കച്ചൻ പുരയിടം, ജോയി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ്, കട്ടപ്പന. കാണ്ടമം സ്മോൾ ഫാർമേഴ്സ് അഗ്രികൾച്ചറൽ ഗ്രൂപ്പിന്റെ 1ാം വാർഷിക സമ്മേളനം വളകോട്ടിൽ നടക്കും. പൊതുസമ്മേളനം ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
രാസവളത്തിന്റെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം ഒഴിവാക്കി ജൈവവള കൃഷിയിലൂടെ പ്രദേശത്തിന്റെ സാധ്യതയ്ക്കനുസരിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം എന്ന കാഴ്ചപ്പാടിലൂടെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലയിലുള്ള പുരോഗതി ലക്ഷ്യമിടുകയാണ് കാടമം സ്മോൾ ഫാർമേഴ്സ് അഗ്രികൾച്ചറൽ ഗ്രൂപ്പ് CSFAGയുടെ 2013-2014 സാമ്പത്തിക വർഷത്തിന്റെ 1ാം വാർഷിക സമ്മേളനം വിപുലമായ രീതിയിൽ 21 മുതൽ 23 വരെ 3 ദിവസങ്ങളായി വളകോട്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. 21-ാം തീയതി വെള്ളിയാഴ്ച നിയമോപദേശക സമിതി ചെയർമാൻ K. വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശേഷം 2 മണി മുതൽ കുടുംബ സമ്മേളനങ്ങൾ നടക്കും. 22-ാം തീയതി ശനിയാഴ്ച പീരുമേട് MLA ES ബിജിമോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കാർഷിക സെമിനാറും പൊതുസമ്മേളനവും നടക്കും. 23-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം MT സജി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ആ പ്രദേശത്തെ കൃഷിക്കാരുടെ കാർഷിക ഉന്നമനം, സാമൂഹിക സാംസ്കാരിക പുരോഗതിയൊക്കെ ലക്ഷ്യമാക്കിയാണ് കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ 1ാമത് വാർഷിക സമ്മേളനം ഈ മാസം 21, 22, 23 തീയതികളിൽ കോഴിക്കോട് സ്കൂളിൽ വെച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുക. കട്ടപ്പന നടന്ന വാർത്താ സമ്മേളനത്തിൽ KJ സുകുമാരൻ, KN മോഹനൻ, CK രാജപ്പൻ, രാജേഷ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. 250ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന കുമളി വള്ളക്കടവ് പൂമരം മുരിക്കടി റോഡ് ശാപമോക്ഷം തേടി അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നു. 30 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള പ്രദേശവാസികളുടെ യാത്ര സാഹസികത നിറഞ്ഞതാണ്. പിന്നോക്ക ജനവിഭാഗങ്ങളായ 150ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന 18-ാം നമ്പർ കോളനിയിലേക്കുള്ള ഏകമാർഗമാണ് വള്ളക്കടവ് പൂമരം മുരിക്കടി റോഡ്. 100ഓളം കുടുംബങ്ങൾ ഈ റോഡിന്റെ ഇരുവശത്തുമായി താമസിക്കുന്നുമുണ്ട്. 30 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ റോഡ്. 5 വർഷം മുമ്പ് റോഡിൽ മിറ്റൽ നിരത്തിയിരുന്നു. എന്നാൽ പിന്നീട് അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ടാറിംഗ് ചെയ്യാതെ മിറ്റൽ മാത്രം വിരിച്ചിരുന്ന റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച് മിറ്റലാകെ ഇളകിയ അവസ്ഥയിലാണ്. മഴക്കാലം എത്തുന്നതോടെ മിറ്റൽ ഇളകി മാറിയ റോഡ് ചെളിക്കുണ്ടായി മാറും. ഇതോടെ തങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗം ഇല്ലാതാവുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് ഇതുവരെയായിട്ട് നടക്കാൻ പറ്റില്ല. ഇവിടെ ഒരു 100-150 കുടുംബക്കാർ തന്നെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ വാളാടി മേപ്പെട്ട് ഉണ്ടാണ് ഒരു 100-300 പിള്ളേർ സ്കൂളിൽ ഡെയിലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. പിന്നെ അത്യാവശ്യമായിട്ട് ഒരു ആശ്രയ കേസ് വന്നാൽ പോലും ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഏരിയയിലേക്ക് കയറി വരാൻ വലിയ പാടാണ്. ആശ്രയി പോകുമ്പോഴും ഒരു വയ്യാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വാഹനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതായി ഡ്രൈവർമാരും പറയുന്നു. വരാൻ പറ്റുകയില്ല, ആശുപത്രി ഓട്ടം വന്നാലും പോലും പോകാൻ പറ്റുകയില്ല. റോഡ് ഭയങ്കര മോശമാണ്. വണ്ടി ഓടിക്കുക, വണ്ടിക്ക് പണി വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ പോലും ഇങ്ങോട്ട് സർവീസ് നടത്താൻ വാഹന ഉടമകളും ഡ്രൈവർമാരും മടിക്കുകയാണ്. ഈ മേഖലയിൽ നിന്ന് കുമളി വള്ളക്കടവ് മേഖലകളിലെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന 300ഓളം കുട്ടികൾക്കും റോഡിന്റെ ശോചനീയാവസ്ഥ ദുരിതം സമ്മാനിക്കുന്നു. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല എങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കുമളി. ഒരിടവേളയ്ക്ക് ശേഷം നെടുങ്കണ്ടം BEd കോളേജിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി കോളേജിൽ പ്രവേശന നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. അടുത്ത മാസം 15ഓടെ ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 29 വരെ അപേക്ഷകൾ സ്വീകരിക്കും. നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം വിഭാഗങ്ങളിലായി 200 പേർക്കാണ് പ്രവേശനം ലഭിക്കുക. പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരുമടക്കം കോളേജിനാവശ്യമായ 13 ജീവനക്കാരും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാവുന്നതോടെ കോളേജിലെത്തും. നിലവിലിവർ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ മറ്റു കോളേജുകളിൽ സേവനമനുഷ്ഠിക്കുകയാണ്. 2 വർഷം മുൻപ് അടച്ചുപൂട്ടിയ കോളേജ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. ഇതോടെ കോളേജ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ MR ഉണ്ണി കോളേജ് സന്ദർശിച്ചതിന്റെ പിന്നാലെയാണ് പ്രവേശന നടപടികൾ ആരംഭിച്ചത്. 1992-ൽ ആരംഭിച്ച കോളേജ് സംസ്ഥാനത്ത് തന്നെ മികച്ച നിലവാരം പുലർത്തിയിരുന്നു. കോളേജിനാവശ്യമായ സ്ഥലവും കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും സ്പോൺസറിംഗ് കമ്മിറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നെടുങ്കണ്ടത്തെ മികച്ച സ്ഥാപനമായ BEd സെന്റർ അടച്ചുപൂട്ടിയതോടെ മേഖലയിലെ നിരവധി വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു. വൻതുക നൽകിയാണ് പ്രവേശനവും പഠനവും നടത്തിയിരുന്നത്. കോളേജ് വീണ്ടും ആരംഭിച്ചതോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി നെറ്റ്, നെടുങ്കണ്ടം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 19,880 രൂപ വില രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 2,485 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 39 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 750 കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ വില രേഖപ്പെടുത്തി. കാപ്പി കിലോഗ്രാമിന് 130 രൂപ. റബ്ബർ 107, ഗ്രാമ്പു 1000 രൂപ. കൊക്കോയ്ക്ക് കിലോഗ്രാമിന് 55 രൂപയാണ് വില. ജാതി 300 രൂപ. ജാതി പത്രിക കൂടിയ വില 1000 കുറഞ്ഞ വില 700 രേഖപ്പെടുത്തി. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള വിഷൻ ഇടുക്കി നെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ രാത്രിയിലാണ് ഇടുക്കി നെറ്റിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ചാനലിനെതിരെ ഗൂഢശക്തികളുടെ പ്രവർത്തനം തുടരുകയാണ്. മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ NK പരമേശ്വരൻ നായർ, ഇടുക്കി MP ജോയ്സ് ജോർജ് തുടങ്ങിയവർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. ഡാമിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് പരിശോധന. തമിഴ്നാട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ കൂടുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജോയ്സ് ജോർജ് MP പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച സ്കൂൾ ജീവനക്കാരനെ കട്ടപ്പന പോലീസ് പിടികൂടി. ഇരട്ടയാർ കാറ്റാടിക്കവല സ്വദേശി ചട്ടുകക്കുളത്ത് രാജേന്ദ്രനെയാണ് കട്ടപ്പന സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. റേഷൻ കാർഡുകൾ പുതുക്കി നൽകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. പുതിയ കാർഡിനായി 2012 അപേക്ഷ നൽകിയവർക്ക് പോലും കാർഡ് ലഭ്യമായില്ല. ഗ്യാസ് കണക്ഷൻ അടക്കമുള്ള സേവനങ്ങൾക്ക് പുതിയ കാർഡ് വേണമെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ അവഗണന. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.